നമസ്കാരം. PSC പൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 15 കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ക്രിസ്റ്റി കോവൻട്രി ആണ്. എന്താണ് ക്രിസ്റ്റി കോവൻട്രിയായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്ന ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്നത്. IOCയുടെ 132 വർഷത്തെ ചരിത്രത്തില് ആദ്യമായിട്ടാണ് ഒരു വനിത പ്രസിഡന്റ് ആകുന്നത്. ഓക്കെ, IOCയുടെ 10ാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ക്രിസ്റ്റി കോവൻട്രി ജോയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സിംബാബ്വേയുടെ സ്വിമ്മിംഗ് താരം, നീന്തൽ താരമാണ് ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, IOC അന്താരാഷ്ട്ര ഒളിമ്പിക്സ് സമിതിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി. IOCയുടെ 132 വർഷ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് ഒരു വനിത പ്രസിഡന്റ് ആകുന്നത്. ഓക്കെ, സിംബാബ്വേയുടെ സ്വിമ്മിംഗ് താരമാണ് കേട്ടോ, നീന്തൽ താരമാണ് ആരെന്ന് പറയുന്നത് ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്നത്. അതുപോലെ സിംബാബ്വേയുടെ സ്പോർട്സ് മന്ത്രി കൂടിയായിരുന്നു ക്രിസ്റ്റി കോവൻട്രി. ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒളിമ്പിക്സ് ദിനമായ ജൂൺ 23-ാം തീയതിയാണ് കേട്ടോ. ഓക്കെ, അത്തരം കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്താണ് റോഷ്നി നാടാർ. റോഷ്നി നാടാറുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ എന്താണ്? അതായത് ഹുറൂൺ ഗ്ലോബൽ റിച്ച് ഇൻഡെക്സ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ അതിസമ്പന്നരായ 10 വനിതകളിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ആരെന്ന് പറയുന്നത് റോഷ്നി നാടാർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയാം. 5ാം സ്ഥാനമാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. അതായത് ഹുറൂൺ ഗ്ലോബൽ റിച്ച് ഇൻഡെക്സിലെ അതിസമ്പന്നരായ ആദ്യത്തെ 10 വനിതകളിൽ 5ാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരിയാണ് ആരെന്ന് പറയുന്നത് റോഷ്നി നാടാർ. ആള് HCL ടെക്നോളജീസിന്റെ ചെയർമാൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ ബ്രഹ്മ. എന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ? അതായത് ഈ മാർച്ച് മാസം നമുക്കറിയാം മ്യാൻമർ തായ്ലാന്റിലൊക്കെ ഭൂകമ്പം ഉണ്ടായിരുന്നു അല്ലെ. മ്യാൻമർ തായ്ലാന്റിലൊക്കെ ഉണ്ടായ ഭൂകമ്പത്തില് എന്താണ് ഇന്ത്യൻ സേന നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഒന്നുകൂടെ പറയാം. മാർച്ച് മാസത്തിൽ മ്യാൻമർ, തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളുണ്ടായ ഭൂകമ്പത്തിൽ ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് ഫിൻലാൻഡ് അല്ലെ. ഫിൻലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചോദ്യം എന്താണെന്ന് മനസ്സിലാവും. അതായത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ തുടർച്ചയായി 8ാം തവണയും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. 2ാമത് ആരാണ്? ഡെൻമാർക്കും 3ാമത് ഐസ്ലാൻഡുമാണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിനകത്ത് തുടർച്ചയായി 8ാം തവണയും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആരാണ്? ഫിൻലാൻഡ് ആണ്. 2ാം സ്ഥാനം ഡെൻമാർക്കും 3ാം സ്ഥാനം ആരാണ്? 3ാം സ്ഥാനം ഐസ്ലാൻഡുമാണ് കേട്ടോ. ഐസ്ലാൻഡുമാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 118 ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. 2025-ലാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 118. എന്നാൽ കഴിഞ്ഞ വർഷം 2024 എത്രയായിരുന്നു? 126-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അതും ഓർത്തിരിക്കാം. അടുത്ത അജയ് സേത്ത്. അജയ് സേത്തുമായിട്ടുള്ള ചോദ്യം എന്താണ്? അതായത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് അജയ് സേത്ത് കേട്ടോ. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് അജയ് സേത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യമുള്ള ഓർത്തിരിക്കാം. അടുത്തത് ഗുരീന്ദർ വീർ സിംഗ് അല്ലെ. ഗുരീന്ദർ വീർ സിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മുടെ രാജ്യത്തിലെ, അതായത് നമുക്കൊരു നാഷണൽ റെക്കോർഡ് വന്നിട്ടുണ്ട്. 100 മീറ്ററിലൊരു നാഷണൽ റെക്കോർഡ് കേട്ടോ. വേൾഡ് റെക്കോർഡ് അല്ല, നാഷണൽ റെക്കോർഡ് വന്നിട്ടുണ്ട്. അതായത് ഗുരീന്ദർ വീർ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് 10.20 സെക്കൻഡിലാണ് അദ്ദേഹം 100 മീറ്റർ ഫിനിഷ് ചെയ്തത്. ഓക്കെ, ദേശീയ റെക്കോർഡാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് ആരുടെ പേരിലാണ്? ഗുരീന്ദർ വീർ സിംഗിന്റെ പേരിലാണ്. 10.20 സെക്കൻഡിലാണ് അദ്ദേഹം 100 മീറ്റർ പൂർത്തിയാക്കിയത്. ഇതിനു മുൻപ് 2023 ആരായിരുന്നു? മണികണ്ഠ ബോബ്ലിദർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലായിരുന്നു ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്. 10.23 സെക്കൻഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഉണ്ടായിരുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അടുത്തത് തൊഴിലുറപ്പിന്റെ പുതുക്കിയ വേതനം. ഈ നിലവിലെ തൊഴിലുറപ്പിന്റെ പുതുക്കിയ വേതനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഹരിയാന തന്നെയാണ്. ഹരിയാനയുടെ പുതുക്കിയ വേതനത്തിലാണ് 400 രൂപയും കേരളത്തിന്റെ പുതുക്കിയ വേതനം എന്ന് പറയുന്നത് 369 രൂപയാണ് കേട്ടോ. ഓക്കെ, ഇതിന് മുന്നേ കേരളത്തിൽ 346 ആയിരുന്നു. നിലവിൽ 369 രൂപയാക്കിയിട്ടുണ്ട്. കേരളത്തിലെ തൊഴിലുറപ്പിന്റെ വേതനം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ഹരിയാനയാണ്, 400 രൂപയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് അല്ലെ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? അത് ബീഹാറാണ് കേട്ടോ. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ന്യൂഡൽഹിയും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാറാണ് കേട്ടോ. ബീഹാറാണ്. പക്ഷെ അതിൽ തന്നെ യൂത്ത് ഗെയിംസിൽ 1-2 ഐറ്റംസ്, അതായത് സൈക്ലിംഗ്, ഗുസ്തി, അതുപോലെ 1-2 ഐറ്റംസ് ഒക്കെ എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അടുത്ത മൗറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ബഹുമതി ലഭിച്ച ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയായ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ് കേട്ടോ. നരേന്ദ്രമോദിക്കാണ്. അടുത്തതാണ് മസാക്കി
കഷിവാര, മസാക്കി കഷിവാര വെച്ചാൽ ഗണിതശാസ്ത്രത്തിലെ 2025 ആബേൽ പുരസ്കാര ജേതാവാണ് മസാക്കി കഷിവാര. ഓക്കെ, ഗണിതശാസ്ത്രത്തിലെ 2025 ആബേൽ പുരസ്കാര ജേതാവാണ് മസാക്കി കഷിവാര എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിനോദ് കുമാർ ശുക്ലയാണ്. എന്താണ് വിനോദ് കുമാർ ശുക്ലയുമായി ബന്ധപ്പെട്ട ചോദ്യം? എന്താണ്? 59ാമത് ജ്ഞാനപീഠ ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. എന്താണ്? 59ാമത് ജ്ഞാനപീഠ ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. 2024 പുരസ്കാരമാണ്, 25ലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം വിനോദ് കുമാർ ശുക്ലയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് നൗക്കർ കി കമീസ് എന്ന് പറയുന്നത് കേട്ടോ. നൗക്കർ കി കമീസ് എന്നുള്ളത് വിനോദ് കുമാർ ശുക്ലയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് നൗക്കർ കി കമീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 58ാമത് ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? 58ാമത് പുരസ്കാരം ലഭിച്ചത് നമുക്കറിയാം സംസ്കൃത പണ്ഡിതനായ ആർക്കാണ്? ജഗദ്ഗുരു രാമഭദ്രാചാര്യക്കും അതുപോലെ ഉറുദു കവിയായ ഗുൽസാറിനുമാണ് 58ാമത് ജ്ഞാനപീഠ ലഭിച്ചത്. എന്നാൽ 59ാമത് ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ. അദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല. ജ്ഞാനപീഠത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 11 ലക്ഷം രൂപയാണ് കേട്ടോ. 11 ലക്ഷം രൂപയും വാഗ്ദേവതയുടെ ഒരു ശില്പവുമാണ് എന്ന് പറയുന്നത് ജ്ഞാനപീഠത്തിന്റെ സമ്മാനം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച ആർക്കാണ്? നമുക്കറിയാം ജി ശങ്കരക്കുറുപ്പിനാണ് അല്ലെ. ഓടക്കുഴൽ എന്ന് പറഞ്ഞ കൃതിക്ക് വേണ്ടി 965 ജി ശങ്കരക്കുറുപ്പാണ് ആദ്യത്തെ വിജയി എന്ന് പറയുന്നത്, ജ്ഞാനപീഠ ജേതാവ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താ ഓർക്കാനുള്ളത്? അടുത്തത് നമുക്ക് ക്ഷയരോഗ ദിനം. ഓക്കെ, ക്ഷയരോഗ ദിനം എന്താണ്? അത് മാർച്ച് 24ലാണ് ക്ഷയരോഗ ദിനം അല്ലെ. മാർച്ച് 24ലാണ് ക്ഷയരോഗ ദിനം. ഇനി ഈ ക്ഷയരോഗ ദിനത്തിന് 2025 ക്ഷയരോഗ ദിനത്തിന് 4500ഓളം ക്ഷയരോഗികളെ ദത്തെടുത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. എന്താ പറഞ്ഞത്? 2025 4500ഓളം ക്ഷയരോഗികളെ ദത്തെടുത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ എന്ന് പറയുന്നത്. മേഘാലയ. അടുത്തത് എന്താ ഓർക്കാനുള്ളതെന്ന് വെച്ചാല് നിക്ഷയ് മിത്ര എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സംഘടനകൾക്കോ രോഗികളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് നിക്ഷയ് മിത്ര. 2022 പദ്ധതിയാണ്. എന്നോട് പറഞ്ഞുതരാം. വ്യക്തികൾക്കോ സംഘടനകൾക്കോ രോഗികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയായിരുന്നു നിക്ഷയ് മിത്ര. അത് 2022ലാണ് ആരംഭിച്ചത്. ഓക്കെ, അതുപോലെ ഈ 2025 ക്ഷയരോഗ ദിനത്തിന്റെ തീം എന്തായിരുന്നു? അതായത് യെസ് വി ക്യാൻ എൻഡ് അപ്പ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതായിരുന്നു. യെസ് വി ക്യാൻ എൻഡ് അപ്പ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതായിരുന്നു. എന്നാൽ 2024 2023 എന്തായിരുന്നു തീം? അന്നേരം യെസ് വി ക്യാൻ എൻഡ് അപ്പ് TB എന്ന് മാത്രമായിരുന്നു കേട്ടോ. അതായത് ഇതെന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ എന്താ? ക്ഷയരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യാം, എന്ത് ചെയ്യാം? പ്രതിജ്ഞാബദ്ധരാകുക, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇൻവെസ്റ്റ് ചെയ്യുക, നിക്ഷേപിക്കുക, അല്ലെങ്കിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 2025 ക്ഷയരോഗ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി വന്നിട്ടുണ്ട്. അതാണ് പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ക്ഷയരോഗ ദിനമായിട്ട് മാർച്ച് 24 തിരഞ്ഞെടുക്കാൻ കാരണം? അതായത് നമ്മുടെ ഈ ക്ഷയരോഗത്തിന്റെ ബാക്ടീരിയയെ കണ്ടെത്തിയതായിട്ട് റോബർട്ട് കോച്ച് എന്ന് പറയുന്ന വ്യക്തി പ്രഖ്യാപിച്ച ദിവസമാണ് മാർച്ച് 24 കേട്ടോ. റോബർട്ട് കോച്ച് എന്ന് പറയുന്ന വ്യക്തി ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ കണ്ടെത്തിയെന്ന് പ്രഖ്യാപിച്ചത് മാർച്ച് 24ലാണ്. അതുകൊണ്ടാണ് മാർച്ച് 24 ക്ഷയരോഗ ദിനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അടുത്തായിട്ട് നോക്കാനുള്ളത് ജീവൻ ദീപം ഒരുമയാണ്. എന്താണ് ജീവൻ ദീപം ഒരുമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൽക്കൂട്ട അംഗങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, അയൽക്കൂട്ട അംഗങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഷേർലി ബോഷ്വേ. ആരാണ് ഷേർലി ബോഷ്വേ എന്ന് പറയുന്നത്? അതായത് കോമൺവെൽത്ത് നേഷൻസിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആണ് ആരെന്ന് പറയുന്നത്? ഷേർലി ബോച്ച്വേ എന്ന് പറയുന്നത് ആളൊരു ഘാന സ്വദേശിയാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, കോമൺവെൽത്ത് നേഷൻസിന്റെ 7ാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ആര്? ഷേർലി ബോച്ച്വേ. ഘാന സ്വദേശിയാണ് കേട്ടോ. ഘാന സ്വദേശിയാണ്. അടുത്ത ആപ്പിളുമായി ബന്ധപ്പെട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസ് അടുത്തിടെ 15 കോടി യൂറോ പിഴ ഈടാക്കിയ ഒരു മൊബൈൽ കമ്പനിയാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഫ്രാൻസ് അടുത്തിടെ 15 കോടി യൂറോ ഫൈൻ ഈടാക്കിയ മൊബൈൽ കമ്പനിയാണ് ആപ്പിൾ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് അവരുടെ ആപ്ലിക്കേഷൻ മേഖലയിലെ അവരെ ആധിപത്യം അവർ ദുരുപയോഗം ചെയ്തു എന്ന പേരിൽ ആപ്പിൾ കമ്പനിക്കെതിരെ ഫ്രാൻസ് 15 കോടി യൂറോ പിഴയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്തിടെ ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ആരാണ് ക്രിസ്റ്റി കോവൻട്രി? ആരാണ് ക്രിസ്റ്റി കോവൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു IOCയുടെ ചെയർമാൻ ആവുന്ന ആദ്യത്തെ വനിതയാണ്. 132 വർഷ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രസിഡന്റ് IOCക്ക് വരുന്നത്. ഇത് 10ാമത്തെ പ്രസിഡന്റ് ആണ്. ക്രിസ്റ്റി കോവൻട്രി എന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
അടുത്തത് റോഷ്നി നാടാറാണ്. ആരാണ് റോഷ്നി നാടാർ എന്ന് പറയുമ്പോൾ ഹുറൂൺ ഗ്ലോബൽ റിച്ച് ഇൻഡെക്സിനകത്ത് ആഗോളതലത്തിലെ അതിസമ്പന്നരായ 10 വനിതകളിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ആരെന്ന് പറയുന്നത് റോഷ്നി നാടാർ എന്ന് പറയുന്നത്. HCL ടെക്നോളജീസിന്റെ ചെയർപേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത് റോഷ്നി നാടാർ കേട്ടോ. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ ബ്രഹ്മ എന്തായിരുന്നു? മാർച്ച് മാസത്തില് മ്യാൻമറില് തായ്ലാന്റിലൊക്കെ ഉണ്ടായ ഭൂകമ്പത്തിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. പിന്നെ ഫിൻലാൻഡ് എന്തായിരുന്നു? വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സില് 1-ാം സ്ഥാനത്ത് 8-ാം തവണയും 1-ാം സ്ഥാനം നിലനിർത്തിയ രാജ്യമാണ് ഫിൻലാൻഡ്. അതുപോലെ തന്നെ 2-ാം സ്ഥാനത്ത് ഡെൻമാർക്കും 3-ാം സ്ഥാനത്ത് ഐസ്ലാൻഡുമാണ്. ഇന്ത്യയുടെ 2025 ഇന്ത്യയുടെ സ്ഥാനം 118ഉം 2024 126-ാം സ്ഥാനത്തുമായിരുന്നു വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത അജയ് സേത്ത്, അതായത് ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയാണ് പുതിയ ആരെന്ന് പറയുന്നത് അജയ് സേത്ത്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേത്ത് ആണ്. മുൻപായിരുന്നു തുഹിൻ കാന്ത പാണ്ഡെ ആയിരുന്നു മുമ്പ്. ഓക്കെ, തുഹിൻ കാന്ത പാണ്ഡെ ആയിരുന്നു മുമ്പ്. പിന്നെ ഗുരീന്ദർ വീർ സിംഗ് ആരായിരുന്നു? അതായത് പുതിയ നാഷണൽ റെക്കോർഡാണ് 100 മീറ്റർ റണ്ണില് 100 മീറ്റർ ഓട്ടത്തിൽ പുതിയ നാഷണൽ റെക്കോർഡാണ് ഗുരീന്ദർ വീർ സിംഗ്. പഞ്ചാബുകാരനാണ്. 10.0 സെക്കൻഡിലാണ് അദ്ദേഹം 100 മീറ്റർ ഫിനിഷ് ചെയ്തത്. അതിനു മുമ്പ് ആരുടെ മണികണ്ഠ ബോബ്ലിദറിന്റെ പേരിലായിരുന്നു. 10.23 അദ്ദേഹത്തിന്റെ മുമ്പുണ്ടായിരുന്ന റെക്കോർഡ് കേട്ടോ. ഓക്കെ, അടുത്തത് പുതുക്കിയ തൊഴിലുറപ്പ് വേതനം ഹരിയാനയുടെ 400 രൂപയാണ് പുതിയത്. ഏറ്റവും ഉയർന്ന തൊഴിലുറപ്പിന് പ്രതിഫലം കൊടുക്കുന്നത് ഹരിയാനയാണ്. എന്നാൽ കേരളത്തിന് നിലവിലെ 369 ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിന് ആദ്യത്തെ 346 ആയിരുന്നു. പിന്നെ 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ബീഹാറാണ് 2025 കേട്ടോ. പിന്നെ മൗറീഷ്യസിന്റെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ് അടുത്തിടെ. ഓക്കെ, അടുത്ത മസാക്കി കഷിവാര എന്ന് പറയുന്നത് 2025 ഗണിതശാസ്ത്രത്തിലുള്ള ആബേൽ പുരസ്കാര ജേതാവാണ് ആരെന്ന് മസാക്കി കഷിവാര എന്ന് പറയുന്നത്. അടുത്ത വിനോദ് കുമാർ ശുക്ല എന്നാണ് 59ാമത്തെ ജ്ഞാനപീഠ ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് നൗകർ കി കമ്മീസ് എന്നുള്ളത്. 58ാമത്തെ ആരൊക്കെയാണ് കിട്ടിയത്? ഇത് ഗുൽസാറിനും പിന്നെ അതുപോലെ ജഗദ്ഗുരു രാമഭദ്രാചാര്യക്കാണ് 58ാമത് കിട്ടിയത്. പിന്നെ ക്ഷയരോഗ ദിനം എന്നാണ് മാർച്ച് 24-നാണ്. ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് 4500ഓളം ക്ഷയരോഗികളെ ദത്തെടുത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. അതുപോലെ തന്നെ വ്യക്തികൾക്കോ സംഘടനകൾക്കോ രോഗികളെ ദത്തെടുത്ത് പരിപാലിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് നിക്ഷയ് മിത്ര എന്ന് പറയുന്നത്. 2025 ക്ഷയരോഗത്തിന്റെ തീം എന്തായിരുന്നു വെച്ചാൽ വി ക്യാൻ എൻഡ് അപ്പ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുള്ളതാണ്. 24-ലും 23-ലും വി ക്യാൻ എൻഡ് അപ്പ് TB എത്ര ഉണ്ടെന്നുള്ളൂ. ഓക്കെ, ഇനി പുതിയൊരു ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ എന്നുള്ളത്. ഓക്കെ, അടുത്തത് അയൽക്കൂട്ട അംഗങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ എന്നുള്ളത്. ഓക്കെ, ഇനി കോമൺവെൽത്ത് രാജ്യങ്ങളുടെ പുതിയ സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷേർലി ബോച്ച്ലിയാണ്. ഗാന സ്വദേശിനിയാണ്. പിന്നെ ഫ്രാൻസ് ഈ അടുത്തിടെ 15 കോടി യൂറോ ഫൈൻ ഈടാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കമ്പനിയാണ് ഏതെന്ന് പറയുന്നത് ആപ്പിൾ എന്ന് പറയുന്നത്. ഇത്രയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കണക്ട് ആയെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.